അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഷെയ്ഖുൽ മശായിഖ് റഈസു സാഹിദീൻ CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉറൂസ് ദിനം കഴിഞ്ഞു. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സംഘടനകൾ മഹാനുഭാവൻ്റെ പേരിലുള്ള ഉറൂസ് നടത്തി. ഷെയ്ഖിനയുടെ നേതൃത്വത്തിൽ കുരുവട്ടൂർ സാവിയത്തു സൂഫിയയിലും എത്രയോ ദിവസം നീണ്ടു നിന്ന ഉറൂസ് നടന്നു. എങ്ങനെയാണ് ഒരു ഉറൂസ് നടത്തേണ്ടതെന്നും ആ ഉറൂസിൽ ആരുടെ പേരിലാണോ ഉറൂസ് നടത്തുന്നത് അവരുടെ സാമീപ്യം ഇറങ്ങുന്ന ഉറൂസ് ഏതാണെന്നൊക്കെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലായിരുന്നു സാവിയയിലെ എത്രയോ ദിവസം നീണ്ടു നിന്ന പരിപാടികൾ. എനിക്ക് 18-ാം തീയതിയിലെ പരിപാടിക്കാണ് പങ്കെടുക്കാൻ സാധിച്ചത്. ഞാനും എൻ്റെ 2 മക്കളും അന്നവിടെ ചെല്ലുമ്പോൾ ഏകദേശം 1:30 മണി കഴിഞ്ഞു. ആ സമയത്ത് ഷെയ്ഖിനയുടെ അതിഗംഭീരവും വളരെ രസകരവുമായ ആത്മീയ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും പേന കൊണ്ട് അവർക്ക് നൽകിയിരിക്കുന്ന സർക്കുലർ കയ്യിലുണ്ട്, പേപ്പറുണ്ട്. ആ വെള്ള പേപ്പറിൽ ഓരോ വിഷയങ്ങളും എഴുതിയെടുക്കുകയാണ്. നൗഷാദ് അഹ്സനിയും സ്റ്റേജിൽ ഇരുന്ന് മഹാനവറുകൾ പറയുന്ന ഓരോ വിജ്ഞാനങ്ങളും എഴുതിയെടുക്കുന്നു. കിട്ടിയ സ്ഥലത്ത് ഞാനിരുന്നു. മഹാനവറുകൾ പറഞ്ഞ, ഞാൻ ചെല്ലുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം, നിങ്ങളൊക്കെ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ഇങ്ങനെ തല കുലുക്കി എന്നെ ഇങ്ങനെ ആരവം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾക്കൊരു മണ്ണാങ്കട്ടയും തിരിയുന്നില്ല എന്നത്. കുറേ മഅരിഫത്തിൻ്റെ അഷിയാകൾ അല്ലെങ്കിൽ മഅരിഫത്തിൻ്റെ അൽഫാദുകൾ പറയുന്നതിൽ കാര്യവുമില്ല. പക്ഷേ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ കേൾക്കുന്നത് അത് പ്രകൃതി ആഗ്രഹിക്കുന്നതാണ്. അതിന് തെളിവും പറഞ്ഞു വെച്ചു. കാരണം ഇന്ന് മഅരിഫത്തിൻ്റെ അൽഫാദുകൾ പഠിക്കുന്നതിൽ, അത് ബൈഹാർട്ടാക്കുന്നതിൽ ഒരു വിഭാഗം പണ്ഡിതന്മാരും മുതഅല്ലിമീങ്ങളൊക്കെ വളരെ ആവേശം കാണിക്കാറുണ്ട്. അങ്ങനെ അൽഫാദുകൾ പഠിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അത് വിളമ്പി എന്തൊക്കെയോ ആണെന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ. അതാണ് മഹാനവറുകൾ ആ ഒരു വിഷയം ആ ക്ലാസ്സിൽ അടിവരയിട്ട് പറയാൻ കാരണം. അതിലല്ല കാര്യം. കുറേ മഅരിഫത്തിൻ്റെ അൽഫാദുകൾ കിട്ടുന്നതിൽ കാര്യം അല്ല. ആ ഷൈഇകളുടെ ഹഖീഖത്തിൽ അംറിലേക്ക് വുസൂലാകുക, എത്തുക എന്നതിലാണ് കാര്യം. ഇനി ആ മഅരിഫത്തിലേക്ക് എത്തിയാൽ മാത്രം പോരാ, ആ മഅരിഫത്തിൻ്റെ ലദ്ദത്തുൽ മഅരിഫ അതിലേക്ക് എത്തണം. മഹാനവറുകൾ പറഞ്ഞൊരു ഉദാഹരണവും ശ്രദ്ധേയമാണ്. ഒരാൾക്ക് നാവുണ്ട്, കുറേ ഭക്ഷണങ്ങളും ഉണ്ട്, മുമ്പിലുണ്ട്, അദ്ദേഹം അത് കഴിക്കുന്നുണ്ട്. പക്ഷേ യാതൊരുവിധ ലദ്ദത്തുമില്ലെങ്കിൽ, ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെന്താ കാര്യമുള്ളത്? എന്താണ് കഴിച്ചതെന്ന് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ പിന്നെ നാവുണ്ടായിട്ടും ഭക്ഷണമുണ്ടായിട്ടും കാര്യം ഉണ്ടോ? തുടർന്ന് മഹാനവറുകൾ പറഞ്ഞു, അങ്ങനെ മഅരിഫത്ത് ലഭിച്ചു. അങ്ങനെ മഅരിഫത്ത്, ലദ്ദത്തുൽ മഅരിഫത്ത് എത്തി. പിന്നീട് എന്താണ്? മഹ്ഫൂദീങ്ങളിലും മഅസൂമീങ്ങളിലേക്കും എത്തണം. അവിടാണ് ഏറ്റവും വലിയൊരു കടമ്പയാണത്. എന്നിട്ട് മഹാനവറുകൾ പല ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഔലിയാക്കളെയെല്ലാം സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്താണ്? ആ മാർഗത്തിലേക്ക്, ത്വരീഖത്തിലേക്ക് എത്തി. പക്ഷേ ഇടയ്ക്ക് വെച്ച്
എത്തി ഇടയ്ക്ക് വെച്ച് ഫ്ലോപ്പായി പോയി. അപ്പോൾ അദ്ദേഹം മഹ്ഫൂദീങ്ങളിൽ പെട്ടിട്ടില്ല, മഅ്സൂമീങ്ങളിൽ പെട്ടിട്ടും ഇല്ല. അപ്പൊ ആ ഒരു മഖാമിലേക്ക് എത്തുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അതൊക്കെ വലിയൊരു ഹവ്വാണ്, ഭാഗ്യമാണ്. അവിടാണ് മഹാനവറുകൾ പറഞ്ഞ ഒരു പോയിന്റ്, എൻ്റെ സംശയത്തിന് നിവാരണവും കിട്ടുന്നത്. ഞാൻ മുമ്പ് മഹാനവറുകളുടെ ഒരു പ്രഭാഷണത്തിൽ കേട്ടൊരു വാചകം, അതിനുശേഷം ശൈഖുനയെ വിമർശിക്കുന്ന, സാവിയ മക്കളെ വിമർശിക്കുന്ന പലരും ഉപയോഗിക്കുന്ന, ദുരുപയോഗം ചെയ്യുന്ന ഒരു പ്രസംഗത്തിൻ്റെ ശകലമാണ്. എന്ത്? ശൈഖുന പറഞ്ഞ ഒരു വാചകം, AP ഉസ്താദിൻ്റെ കയ്യിലാണ് സുന്നത്ത് ജമാഅത്ത്, AP ഉസ്താദിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് തുടങ്ങുന്ന ആ അർത്ഥം വരുന്ന രൂപത്തിലുള്ള ഒരു പദപ്രയോഗം CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു നടത്തിയത് മഹാനവറുകൾ പറയുന്നുണ്ട്. അതിനും കൂടി ഒരു സംശയ നിവാരണമാണ് മഹാനവറുകൾ പറഞ്ഞത്. നമുക്കിവിടെ ആരോടും എതിരില്ല, ഒരാളോടും എതിരില്ല. എന്നിട്ട് മഹാനായ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ മഹാത്മ്യം പറഞ്ഞു. ശേഷം ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ പറ്റി പറഞ്ഞു. അദ്ദേഹത്തെ നമ്മൾ കുറ്റം പറയണ്ട, അത് നമുക്ക് പറയണ്ട. കാരണം അദ്ദേഹം ഒരു കാലത്ത് ഇതെല്ലാം അംഗീകരിച്ച ആളാണ്. പിന്നെ എപ്പോഴോ ആരുടെയോ പ്രേരണയിൽ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയുന്നു. അദ്ദേഹത്തെ ഒരു പക്ഷേ പിന്നീട് ആരെങ്കിലും നിയന്ത്രിച്ചേക്കാം, ഇൻഷാ അല്ലാഹ്. പക്ഷേ ഞാൻ അവരെന്നും ഓനെന്നും ഒക്കെ അവനെന്നൊക്കെ പറയുന്നത് അതൊരു തഅലീമിൻ്റെ ഭാഗവും ആണ്. എന്നിട്ട് മഹാനവറുകൾ അടിവരയിട്ടു പറഞ്ഞു, എന്നതുകൊണ്ട് മശായിഖന്മാരെ നിന്ദിക്കുകയോ അവരെ വെറുക്കുകയോ വെറുപ്പിക്കുന്ന വാചകങ്ങൾ പറയുകയോ ചെയ്താൽ അവരെ നഖശിഖാന്തം എതിർക്കുക തന്നെ ചെയ്യും, പറയുക തന്നെ ചെയ്യും എന്നും പറഞ്ഞു. അങ്ങനെ വലിയ മഹത്വമുള്ള ഒരുപാട് വിജ്ഞാനങ്ങൾ വിളമ്പിയ വലിയ ഒരു ക്ലാസ്സായിരുന്നു ശൈഖുനയുടെ ക്ലാസ്. ചുരുക്കത്തിൽ ഞാൻ ക്ലാസ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഹസനി ഉസ്താദിനെ കണ്ടു. അങ്ങനെ ഹസനി ഉസ്താദിനെ പെട്ടെന്ന് വിളിച്ചു, സ്റ്റേജിലേക്ക് അങ്ങോട്ട് വിളിച്ചു. ഹസനി ഉസ്താദ്, കായംകുളം ഉസ്താദ് വന്നു എന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ ഞാൻ അടുത്ത് ചെന്നു. അപ്പോൾ ഞാനും എൻ്റെ 2 മക്കളുണ്ട്, മക്കളെ കൊണ്ട് കൈ പിടിച്ച് മുത്തിപ്പിച്ചു. ഞാനും കൈ എന്താണ് ചുംബനം നൽകി. അപ്പോൾ ശൈഖുന പറഞ്ഞു, 10 മിനിറ്റ് വൈകുന്നേരം 10 മിനിറ്റ് ഷാഫി ഉസ്താദ് പ്രസംഗിക്കണം. യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഹസനി ഉസ്താദിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, വരുമ്പോൾ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പാണ് എന്തെങ്കിലും ഒന്ന് പറയണം, അതായിരിക്കാം ഉസ്താദ് അങ്ങനെ പറഞ്ഞതിൻ്റെ ലക്ഷ്യം. ഞാൻ യഥാർത്ഥത്തിൽ കുറേ എന്തൊക്കെയോ നോക്കിയിട്ടാണ് ചെല്ലുന്നത്. പക്ഷേ വന്യരായ ശൈഖുനയുടെ പ്രഭാഷണത്തിൽ അതൊക്കെ ഒലിച്ചുപോയി. അതെല്ലാം ഒലിച്ചുപോയി. പിന്നെ മഹാനായ ശൈഖുന പറഞ്ഞതിൻ്റെ പേരിൽ ഒരു അദബ് ആ നിലയിൽ 5 മിനിറ്റ് അത്ര കൊണ്ട് കുറച്ച് സമയം മാത്രം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ സാവിയ അതൊരു പ്രത്യേക മഖാമാണ്. അവിടെ എത്തിപ്പെടുന്നവർ ആരും നഷ്ടത്തിൽ ആകില്ല. ഇനി ആരെങ്കിലും വന്നിട്ട് പലരും പറയുന്നു ഞങ്ങൾ വന്ന് അവിടുന്ന് പോയവരാണ്, അവിടുന്ന് രക്ഷപ്പെട്ടവരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ ഒരു പക്ഷേ വന്നത് ശൈഖുനെ പരീക്ഷിക്കാനോ
അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനോ വേണ്ടി ആയിരിക്കാം. ഏതായാലും നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല. അല്ലാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. ശരിക്ക് ഷെയ്ഖുനെയും അവിടുത്തെ മാർഗത്തെയും മനസ്സിലാക്കാൻ അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.